എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഓംലെറ്റ് ആണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഓംലെറ്റ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് വേണ്ടത് കാബേജാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ കാബേജ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ ക്യാരറ്റ് കൂടി ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നാക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു പാനിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആയതിനു ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് വേവിച്ചെടുക്കാം. മുകളിലായിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് കമിഴ്ത്തി കൊടുത്തിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി ഇതേപോലെ ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ വെജിറ്റബിൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓംലെറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്